ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി ഹോസ്പിറ്റലിൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് കുറച്ച് പാടുപെട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ അവിടെ നിന്ന് ഇറക്കി പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. എന്തായാലും ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി തുടർന്നുള്ള നടപടി വൈദ്യപരിശോധനയ്ക്ക് ശേഷം നേരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവരുമായിരിക്കും അല്ലേ? ഇപ്പോൾ ഹോസ്പിറ്റലിലും അവിടെയും വലിയ തിരക്കും കാര്യങ്ങളും ഒക്കെയാണോ? അനുകൂലികളൊക്കെ അവിടെ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ടോ? സന്ധ്യ, ഇപ്പോൾ അല്പം മുമ്പ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ഉള്ളിലോട്ട് വൈദ്യപരിശോധനയ്ക്കായി കയറ്റിയിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ, നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വയനാട് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കണ്ട അത്തരത്തിലുള്ള ഒരു കാഴ്ചയില്ല. മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ മാത്രമാണുള്ളൂ. പിന്നെ ഈ ആശുപത്രി ആവശ്യത്തിനായി, അവരുടെ ആവശ്യത്തിനായി വന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ആശുപത്രിയിലുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വൈദ്യപരിശോധന ഉണ്ട്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കിയ ശേഷം വീണ്ടും തിരിച്ച് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലോട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനുശേഷം നാളെ രാവിലെയോട് കൂടി വീണ്ടും കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ അടക്കമുള്ള കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് ഡോക്ടർ അടക്കമുള്ള അവരുടെ വിശദമായ പരിശോധന നടത്തും. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ തിരിച്ച് എറണാകുളം സെൻട്രൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നാളെയോടുകൂടിയായിരിക്കും വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്ന കാര്യങ്ങളടക്കം പോലീസ് നീങ്ങുക. നടി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, അവിടുത്തെ നടപടികളൊക്കെ എപ്പോഴേക്കാവും പൂർത്തിയാകുക? ഇന്നത്തെ ദിവസം ബോബി ചെമ്മണ്ണൂർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാവും കഴിയുക. അതിനുശേഷം നാളെയാണ് കോടതിയിൽ ഹാജരാക്കുക അല്ലേ? സന്ധ്യ, തീർച്ചയായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വിവരം പ്രകാരം ഇന്നിപ്പോൾ വൈദ്യപരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ഇവിടേക്ക് എത്തിച്ച് വൈദ്യപരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അയാളുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വൈദ്യപരിശോധനയ്ക്ക് പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് പകരം നാളെ രാവിലെ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് ഇപ്പോൾ നോക്കുന്നത്. അതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ഈ അർദ്ധരാത്രി തന്നെ നേരത്തെ നമുക്ക് ലഭിച്ച വിവരപ്രകാരം ഒരുപക്ഷെ നാളെ പുലർച്ചെയോ മറ്റോ ആയിരിക്കും വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുക എന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്ന് ലഭിച്ചിരുന്നത്. എന്നാൽ അത് വീണ്ടും തിരക്കടക്കമുള്ള കാര്യങ്ങൾ കരുതിക്കൊണ്ടാവണം ഒരുപക്ഷെ പോലീസ് ഈ അർദ്ധരാത്രി തന്നെ ത്വരിതപ്പെട്ട് ഇപ്പോൾ ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ഇറക്കിയത്. അതിനുശേഷം എറണാകുളത്തെ തന്നെ ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. ഇപ്പോൾ വൈദ്യപരിശോധന നടപടികൾ ആശുപത്രിക്കകത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും പുറത്തിറക്കി. നമുക്ക് ഈ പോലീസ് ജീപ്പെല്ലാം ഇവിടെ തന്നെ തുടരുന്നുണ്ട്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിനെ ഉടനെ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകും. അവിടെ ഇന്ന് രാത്രി ഏതായാലും ബോബി ചെമ്മണ്ണൂർ കഴിയേണ്ടി വരും. ആ സമയത്ത് മറ്റുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നതിൽ ഒരു വിവരം, ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് 7:15 ഇവിടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിക്കുക. പിന്നീട് തുടർച്ചയായി ഇപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടു. ആ 4 മണിക്കൂറും ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ വച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ആ ചോദ്യം ചെയ്യൽ വിശദമായിട്ടുള്ള ഇവർക്ക് നേരത്തെ പോലീസിന് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ വേണ്ട വിധത്തിലുള്ള തെളിവുകൾ ഇപ്പോൾ ഹണി റോസ് ഉൾപ്പെടെ നൽകിയ തെളിവുകൾ, അത് മാത്രമല്ല ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിനു മുമ്പും നമുക്ക് തന്നെ തിരക്കിയാൽ കാണാവുന്ന തരത്തിൽ ഉള്ള പരാമർശങ്ങൾ, ദ്വയാർത്ഥ പ്രകാരമുള്ള പരാമർശങ്ങൾ അടക്കം ഈ ബോബി ചെമ്മണ്ണൂർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു. അതെല്ലാം പോലീസ് പരിശോധിക്കും. അതിനുവേണ്ട കൃത്യമായിട്ടുള്ള ഈ കുറ്റം തെളിയിക്കുന്ന തരത്തിലുള്ള രേഖകൾ അല്ലെങ്കിൽ അതിനുവേണ്ട തെളിവുകൾ പോലീസിന് കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വച്ച് തന്നെ തുടർന്നും രാത്രിയും ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും നടക്കും. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി 10 മണിയോടുകൂടി കോടതി ആരംഭിക്കുന്നത് സമയത്ത് വീണ്ടും ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അതിൽ ജാമ്യം ഹാജരാക്കുന്ന സമയത്ത്
സമയത്ത് ബോബി ചെമ്മണ്ണൂരിന്റെ നിയമപാലകരുണ്ട്, നിയമ സംഘമുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഒപ്പം തന്നെ അവരുടെ നിയമസംഘവും ഇവിടെ എറണാകുളത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ കോടതിയിൽ നിന്ന് ഈ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകണമെന്നുള്ളൊരു ആവശ്യം കോടതിയിൽ അറിയിക്കും. അതിനുശേഷം അതോടൊപ്പം പോലീസിന്റെ വാദങ്ങൾ, പോലീസ് കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകളും അവിടെ കോടതിക്ക് മുന്നിൽ വാദപ്രതിവാദമായി നടത്തും. അതിനുശേഷം മാത്രമാകും ഈ കോടതി ഒരു അറസ്റ്റിലോട്ട് നീങ്ങുമോ അതോ ജാമ്യത്തിൽ വിടുമോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനമുണ്ടാവുള്ളൂ. ഏതായാലും ഇന്ന് രാത്രി ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ കഴിയേണ്ടി വരുമെന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാകുന്നത്. ഈ ലൈംഗിക അതിക്രമത്തിനെതിരെയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. BNS 75(1) അതുപോലെ തന്നെ 75(4) IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരമുള്ള കേസുകൾ ഇന്നലെ ഹണിറോസ് നൽകിയ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇന്ന് അത് കൂടാതെ തന്നെ ഹണിറോസ് കോടതി CJM കോടതിയിലെത്തി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മൊഴികൾ അടക്കം പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ചുമത്തിക്കൊണ്ടുള്ള മറ്റൊരു റിപ്പോർട്ടായിരിക്കും ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് കോടതിയിലോട്ട് എന്തായാലും കോടതി സമർപ്പിക്കേണ്ടാവുക. അപ്പോൾ അതിനുശേഷമായിരിക്കും പോലീസ് ഈ വാദം കേട്ട ശേഷമാകും പോലീസ് ഒരു തീരുമാനമെടുക്കുക, കോടതി ഒരു തീരുമാനമെടുക്കുക. ഇത്തരത്തിൽ അറസ്റ്റിൽ വിടണോ അതോ ജാമ്യത്തിൽ വിട്ടയക്കുന്നു എന്നുള്ള കാര്യം. ഏതായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള വകുപ്പുകൾ അല്ല ചുമത്തിയിരിക്കുന്നത് നിലവിൽ. ഏതായാലും നടി ഹണി റോസ് നൽകിയ ഈ ഒരു പരാതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിവേഗമാണ് നടപടികളൊക്കെ ഉണ്ടായത്. അത് പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. ഇന്ന് രാവിലെ നാടകീയമായ ഒരു അറസ്റ്റ് ആയിരുന്നു അവിടെ നടന്നത്. വാഹനം വളഞ്ഞിട്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇന്ന് 7:15 ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുപ്രകാശാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.